ഒരു കച്ചവടക്കാരന് സ്വന്തം പേര് പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പ്രദേശത്ത് ഒരു കടയുണ്ട്. ആ കടയുടെ പേര് നാസർ സ്റ്റോറാണ്. നാസറിൻ്റെ കട. നമ്മളവിടുന്ന് സാധനം മേടിക്കുന്ന പാല് മുതൽ പച്ചക്കറി ഉൾപ്പെടെ എല്ലാം വാങ്ങുന്ന അവിടെയാണ്. അങ്ങനെ ആൻ്റണി എന്നും പരമശിവൻ എന്നും ശ്രീ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ ശ്രീ അയ്യപ്പ എന്ന് പറയുമ്പോൾ അത് പേരല്ല, കടക്കാരൻ്റെ പേരല്ല. പക്ഷേ അതറിയാം, ഒരു ഹിന്ദു നടത്തുന്ന അറിയാം. ആൻ്റണി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ആണെന്നറിയാം. നാസർ സ്റ്റോർ എന്ന് പറഞ്ഞാലോ ഒരു മുസ്ലിമിൻ്റെ ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും അവിടെ വാങ്ങാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ കട നടത്തുന്ന ആളുകളുടെ പേര് പറയണം എന്നൊരു വിവാദം ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഈ കാവട യാത്ര അല്ലെങ്കിൽ കൻവാർ യാത്ര, ഉത്തർപ്രദേശിലെ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. ഈ യാത്ര പോകുന്ന വഴിയിലുള്ള കടക്കാരെല്ലാം പേര് എഴുതി വെക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു. അതോടെ വലിയ ബഹളമായി. അവസാനം ആ ബഹളം കേസായി, പുക്കാറക്കിയായി. കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തപ്പോൾ ഈ കാവട യാത്ര അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അവിടെ പറഞ്ഞത് ഈ പേര് എഴുതി വെക്കണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാനാണ് എന്ന് ആക്ഷേപമുയർന്നു. അതിൽ തുടർന്നാണ് ഇവിടുത്തെ കുട്ടിക്കുത്തിയ വക്കീലന്മാരെല്ലാമാണ് സുപ്രീം കോടതി പോയത്. മുസ്ലിം കച്ചവടക്കാരോട് മാത്രമല്ല UP സർക്കാർ പറഞ്ഞത്, നിങ്ങളുടെ കടകളുടെ മുന്നിൽ കട നടത്തുന്ന ആളുടെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞത് എല്ലാ മതത്തിൽപ്പെട്ടവരോടാണ്. അതിന് കാരണമുണ്ട്. ഈ കാവട യാത്ര എന്ന് പറയുന്നത് നമുക്ക് അപരിചിതമായ ഒന്നാണ്. അതായത് ഈ സാവൻ മാസം തുടങ്ങി. അതായത് ജൂലൈ 11 സാവൻ മാസം ആരംഭിച്ചു. 23-ാം തീയതി ശിവരാത്രി വരെ ഈ സാവൻ മാസം തുടരും. ഈ സാവൻ അല്ലെങ്കിൽ ശ്രാവൺ മാസം കാലത്ത് ഈ ശിവഭക്തരായ ആളുകൾ ഹരിദ്വാറിലും ഉത്തരാഖണ്ഡിലും ഒക്കെ പോയി ഗംഗാ നദിയിൽ നിന്ന് ഗംഗാജലം സ്വീകരിച്ച് തിരിച്ചു കൊണ്ടുപോകും. അന്ന് തിരിച്ചു കൊണ്ടുപോയി ഒന്നുകിൽ അവരുടെ നാട്ടിലുള്ള പ്രാദേശിക ശിവക്ഷേത്രങ്ങളിൽ ആ ഗംഗാജലം എത്തിക്കും. ഇത് ചുമലിലെത്തിക്കൊണ്ടാണ് പോകുന്നത്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് പവിത്രമായ ഗംഗാജലവുമായി അവരവരുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. നാട്ടിൽ മാത്രമല്ല, ഈ ബാഗ്പട്ടയിലെ പുരമഹാദേവ ക്ഷേത്രം, മീററ്റിലെ ഔഖർനാഥ് ക്ഷേത്രം, വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, ദിയോഘറിലെ ബൈദ്യനാഥ ക്ഷേത്രം, ഇവിടങ്ങളിലേക്കൊക്കെ നൂറുകണക്കിന് ശിവഭക്തർ ഇങ്ങനെ വന്നിട്ട് ഈ ഗംഗാജലം ചുമന്നുകൊണ്ട് വരും. അതാണ് ഈ കാവട് യാത്ര അല്ലെങ്കിൽ കൻവാർ യാത്ര എന്നറിയപ്പെടുന്ന യാത്ര. നമുക്ക് പരിചയമില്ല. ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ശിവഭക്തരുടെ ഒരു ആചാരമാണ്. പുണ്യജലം പുണ്യജലം അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് വരുമ്പോൾ ഇവർ വലിയ വ്രതം എടുത്തിട്ടാണ് വരുന്നത്. നോൺ വെജ് കഴിക്കത്തില്ല. നോൺ വെജ് മാത്രമല്ല, ഉള്ളി കഴിക്കത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും സംഭവം ഉണ്ടായി. ഈ ഒരു ഹിന്ദു നടത്തുന്ന കടയിൽ ഭക്ഷണത്തിൽ ഉള്ളി വന്നപ്പോൾ ഇവർ ആ കടക്കാരെ എടുത്തിട്ട് അടിച്ചു. ഇവർ ശിവനെ ആരാധിക്കുന്ന ശൈവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ ഇത്തിരി രൂക്ഷമായിരിക്കും. അപ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നം പോലും ഉണ്ടാവും. ഉള്ളി വർജ്യമാണ് ഈ തീർത്ഥാടന കാലത്ത്. ഉള്ളി അല്ലെങ്കിൽ സവാള അത് ഭക്ഷണത്തിൽ കണ്ട അവർ ഹിന്ദുവിൻ്റെ കടയാണെങ്കിൽ അടി കൊടുക്കും. അപ്പോഴാണ് അവിടെ നോൺ വെജ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായോ വലിയ സംഘർഷത്തിലേക്ക് എത്താം. ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പരാതികൾ വന്നിട്ടുണ്ട്. പരാതികൾ മാത്രമല്ല, സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കയറി ഒരു ഭക്ഷണം കഴിക്കും. അത് തലേന്ന് വരെ നോൺ വെജ് ഹോട്ടലായിരുന്നു. അവിടെ അത് മാത്രമല്ല, ഇവർ കാണാതെ നോൺ വെജും പാകം ചെയ്യുന്നുണ്ട്. അറിയാതെ അതിൻ്റെ ഭാഗങ്ങൾ ഈ ഭക്ഷണത്തിൽ പെട്ടുപോയാൽ വലിയ കലാപം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കൻവാർ യാത്ര പോകുന്ന മേഖലകളിലെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കിട്ടുന്ന കടകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കട നടത്തുന്ന ആളുകളുടെ പേര് എഴുതി വെക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാനല്ല, മറിച്ച് അവിടെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ കൂടിയിട്ടായിരുന്നു. കാരണം ഈ കാവട യാത്ര വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്ത് അവിടെ എല്ലാം ശിവശക്തി ഹോട്ടൽ, പരാശക്തി ഹോട്ടൽ, എല്ലാത്തിൻ്റെയും കൈലാസ ഹോട്ടൽ എന്നൊക്കെ ആയിട്ട് മാറും. നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിൽ ചെന്ന എല്ലാ കടകളുടെയും പേരിനകത്ത് ഈ ഒരു പേരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ പേരുകളായിരിക്കും ഇവരുടെ. ശബരിമല സീസൺ കാലത്ത് അതുവരെ വെജിറ്റേറിയൻ കൊടുത്തുകൊണ്ടിരുന്ന നോൺ വെജിറ്റേറിയൻ കൊടുത്തിരുന്ന ഹോട്ടലിലൊക്കെ പ്യൂർ വെജ് എന്നും പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ ഒരു പടമൊക്കെ വെച്ച് നിലവിളക്കും കത്തിച്ച് സാമ്പ്രാണിത്തെയും കത്തിച്ചിരിക്കും. അത് പത്തനംതിട്ട മുതൽ പമ്പ വരെയും കാണാം അല്ലേ? നമ്മൾ കേരളം മുഴുവനുണ്ട്. പത്തനംതിട്ട മുതൽ പമ്പ വരെയല്ല, കേരളം മുഴുവനുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല.
അതൊരു വ്യാപാരം, നമ്മുടെ തന്ത്രമാണ് നടക്കട്ടെ. പക്ഷേ അപ്പോൾ വൃത്തിയായിട്ട് ആചാരം പാലിച്ചുള്ള ഭക്ഷണം കൊടുത്താൽ മതി. അത് ക്രിസ്ത്യാനി കൊടുത്താലും ഹിന്ദു കൊടുത്താലും ആചാരം പാലിച്ചുള്ള ഭക്ഷണം കൊടുത്താൽ ആർക്കും കംപ്ലയിൻ്റ് ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഹലാൽ വിവാദം വന്നതിന് ശേഷമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ട് എന്നൊരു അന്ധവിശ്വാസമല്ല, വിശ്വാസം തന്നെയാണ്. ഒരുപാട് ബോധ്യപ്പെടും, ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. തുപ്പലല്ല ഊതുകയാണ് എന്ന് പറഞ്ഞുള്ള വ്യാഖ്യാനമൊക്കെ വന്നത്. ഇപ്പോൾ തുപ്പുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്, തെളിയിക്കപ്പെട്ടിട്ട്. അതിനുശേഷം ഈ മുസ്ലിം ഹോട്ടലുകളിൽ കയറാൻ ആളുകൾക്ക് ഒരു ഇത്തിരി മടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. കാരണം അത് കേരളത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മതം കൊണ്ടുവന്ന ഹലാലാണ്. അതുവരെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ നോക്കാതെ നമ്മളെല്ലായിടത്തും എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നിടത്തേക്ക് ഒരു മതം മാത്രം ഹലാൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ അകൽച്ച ഉണ്ടായത്. ഇപ്പോൾ ഹലാൽ ഉള്ള ഹോട്ടലുകളിൽ കയറാത്ത ആളുകളുമുണ്ട്, ഹലാൽ ഉള്ളിടത്തേ കയറൂ എന്ന് പറയുന്നവരുമുണ്ട്. ഹലാൽ ഉള്ളിടത്ത് ഹലാൽ നടത്താൻ, ഹലാൽ ഭക്ഷണം കൊടുക്കാൻ അവകാശമുണ്ട്, ഹലാൽ അല്ലാത്ത ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഒരു ബോർഡ് വെച്ചൊരു കട തുടങ്ങിയത് എറണാകുളത്തെ ഒരു ഹോട്ടൽ, ഒരു സ്ത്രീ നടത്തിയ ഹോട്ടലിൽ തല്ലിത്തറന്നു. ഹലാൽ അല്ലാത്ത ഭക്ഷണം കിട്ടുമെന്ന് വെച്ചത് എന്തൊരു രാജ്യമാണ്? ചോയ്സ് അല്ലേ? ഹലാൽ നടത്താമെങ്കിൽ ഹലാൽ അല്ലാത്ത ഭക്ഷണവും കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ ഈ കാവടി യാത്ര വീണ്ടും ആരംഭിച്ചു, ജൂലൈ 11 ആരംഭിച്ചു. അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ എന്ത് ചെയ്തു? പറഞ്ഞു, നിങ്ങൾ പേരെഴുതി വെക്കണ്ട, നിങ്ങൾ QR കോഡ് വെക്കുക, പേരും ഡീറ്റെയിൽസും ഒക്കെ. ആവശ്യമുള്ള വേണം സ്കാൻ ചെയ്ത് കാണിക്കട്ടെ, എല്ലാവരും കാണണ്ട, വേണമെങ്കിൽ വെക്കട്ടെ. QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് ആവശ്യമുള്ളവൻ കണ്ടുപിടിക്കട്ടെ എന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിൽക്കെ ഇപ്പോൾ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് അശ്വനി കുമാർ എന്ന് പറയുന്ന ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക. പുള്ളി പറയുന്നത് കാവടി യാത്രയുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. പുള്ളി പറയുന്നു 2019 നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പാക്കി. അപ്പോൾ നമുക്കൊരു മോശപ്പെട്ട സാധനം അല്ലെങ്കിൽ മോശപ്പെട്ട സർവീസ്, സാധനമോ സേവനമോ മോശപ്പെട്ടതാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ അവകാശമുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കാര്യം കാണിച്ച് പരാതിക്കാരൻ്റെ അഡ്രസ്സ് സഹിതം വേണം പരാതി കൊടുക്കാൻ. അപ്പോൾ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണം മോശമാണെങ്കിൽ നമ്മൾ പരാതി കൊടുക്കാൻ ആരുടെ പേരിൽ പരാതി കൊടുക്കും? ഇപ്പോൾ അയ്യപ്പ ഹോട്ടൽ എന്നും പറഞ്ഞ് പരാതി കൊടുത്ത് പിറ്റേ ആഴ്ച അയ്യപ്പ ഹോട്ടലിൻ്റെ പേര് മാറ്റിയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഉപഭോക്തൃ നിയമപ്രകാരം ഒരു പൗരന് തനിക്ക് കിട്ടുന്ന സേവനമോ സാധനമോ മോശമാണെങ്കിൽ പരാതിപ്പെടാനുള്ള അവകാശം രാജ്യത്ത് നിയമം മൂലം സ്ഥാപിതമായിരിക്കെ തനിക്ക് സർവീസ് അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ സാധനം തരുന്ന ആൾ ആരാണെന്നറിയാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. ന്യായമാണ്. ഇപ്പോൾ സിനു ഒരു ഹോട്ടൽ നടത്തുന്നു, ഞാൻ വന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു, എനിക്ക് പരാതി കൊടുക്കണം. സിനുവിൻ്റെ പേരെനിക്കറിയാൻ പറ്റില്ലെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. ചെക്ക് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഇടയ്ക്ക് ചാനലിലൊക്കെ കാണുന്ന ഒരാൾ നടത്തുന്ന ഹോട്ടൽ എന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അതുകൊണ്ട് ഞാനൊരു ഉപഭോക്താവായതുകൊണ്ട് എല്ലാ ഉപഭോക്താവാനും അയാൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൻ്റെ ഉടമയുടെ പേരറിയാനുള്ള അവകാശമുണ്ട്. ഈ ഹോട്ടൽ മാത്രമല്ല, ഏത് ഷോപ്പിൻ്റെയും ഉടമയുടെ പേര് അറിയാനുള്ള അവകാശമുണ്ട്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് നിയമത്തിൽ തന്നെയുണ്ട്. ചെറിയൊരു ലൈസൻസ് ഉണ്ടല്ലോ, ലൈസൻസ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിൽ ഉടമയുടെ പേരുണ്ടാവും. പക്ഷേ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചാലേ കാണാൻ പറ്റും. ആളുകൾക്ക് വിസിബിൾ ആവുന്ന തരത്തിൽ വെക്കണം. അതൊരു മൗലിക അവകാശം പോലെ തന്നെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട അവകാശമാണ് എന്ന് വാദമുന്നയിച്ച് ഈ അഡ്വക്കേറ്റ് അശ്വനി കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഒരു വലിയ ഡെവലപ്മെൻറ്റാണ്. കേന്ദ്രം കക്ഷിയാണ്, നിയമ കമ്മീഷൻ ലോ കമ്മീഷൻ കക്ഷിയാണ്, വിവിധ സംസ്ഥാനങ്ങൾ കക്ഷിയാണ്. അതിൽ സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി വന്നപ്പോൾ ഹർജി കൊള്ളാമെന്ന് സുപ്രീം കോടതിക്ക് തോന്നി. കാരണം ഒരു നിയമപ്രശ്നമാണ്. ഒരു പൗരന്, ഉപഭോക്താവിന് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം തനിക്ക് തരുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പോരായ്മയുണ്ടെങ്കിൽ പരിഹാരം തേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പേരറിയാൻ അവകാശമുണ്ട് എന്നുള്ള ഹർജി സുപ്രീം കോടതി സ്വീകരിച്ച് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഇതൊരു ഗൗരവമുള്ള കേസാണ്. വിവിധ സംസ്ഥാന സർക്കാരുകളെയും ലോ കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും ഉൾപ്പെടുത്തി. ഒരു പൗരൻ്റെ അവകാശമാണ്. ഞാൻ വാങ്ങുന്ന സാധനം വിറ്റത് എനിക്ക് തന്നത് ആരാണെന്ന് എനിക്കറിയണം. എങ്കിൽ മാത്രമേ എനിക്ക് അതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്നുള്ള ന്യായമായ ഒരു വാദം ഉയർത്തിയിട്ടാണ് ഒരാൾ, ഈ അശ്വനി കുമാർ, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എനിക്ക് ന്യായമായി ഇപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് കച്ചവടം നടത്തുന്ന ഒരാൾക്ക് എൻ്റെ പേര് ഞാൻ പറയില്ല എന്ന് വാശി പിടിക്കുന്നത്.
അതിനകത്ത് എന്തൊരു കുഴപ്പമുണ്ടല്ലേ? അതെ. സിനുവോ ഞാനോ ഒരു ഹോട്ടലോ ഒരു കടയോ നടത്തുന്നു, അവിടെ ഏറ്റവും ഫെയറായി സത്യസന്ധമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്താൽ നമ്മുടെ പേരെന്തായാലും ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരും. മാത്രമല്ല നമ്മളത് അറിയിക്കണമെന്നും ആഗ്രഹിക്കുന്നു. നമ്മൾ നല്ല സാധനം ഇന്ന ആള് സിനുവിൻ്റെ ഹോട്ടലിൽ പോയാൽ ഒന്നാം തരം ബീഫ് കറി കിട്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റി അല്ലേ? അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഞങ്ങളാണ് നടത്തുന്നത് ആരും അറിയരുത്, ഒളിച്ചു വെക്കണം. അപ്പോൾ നമ്പൂതിരീസ് പായസക്കട ചെന്ന് പായസം ഇപ്പം വലിയ പൂണൂലൊക്കെ ഇട്ട് കുടവേറ് കെട്ടിക്കുന്ന നമ്പൂതിരിയുടെ പടമൊക്കെ ആയിട്ടാണ് നമ്പൂതിരീസ് പായസക്കട. അത് നമ്മൾ അവസാനം ഇത് ഗൂഗിൾ പേയിൽ പൈസ അടയ്ക്കുമ്പോൾ ജാഫർ എന്നാണ് കാണിക്കുന്നത്. ഈയിടെ പ്രശസ്തമായ ഒരു ബേക്കറി, എറണാകുളത്ത് ഒരു ബേക്കറി അറിയാം, അവിടെ നമ്മൾ സാധനം മേടിക്കുന്നതാണ്, കാലങ്ങളായി മേടിക്കുന്നതാണ്. ബേക്കറിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ നടത്തുന്ന ബേക്കറിയാണ്. അപ്പോൾ ഒരു ദിവസം ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ആ ബേക്കറിയിൽ ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ജിപേ ചെയ്തപ്പോൾ ജോർജ് എന്നാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് നിങ്ങൾ കട വിറ്റോ? ഉടനെ പറഞ്ഞു അതെ, ഒരു തീരുമാനം എടുത്ത് ഓരോ ഷോപ്പിലും മാനേജർമാരുടെ പേരിലേക്ക് ജിപേ മാറ്റി. അതൊരനുഭവം. മറ്റൊരനുഭവം ഹനുമാൻ്റെയും ലക്ഷ്മി ദേവിയുടെ ഒക്കെ പടം വെച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലാണ്, ആര്യാസ് പോലത്തെ ഒരു പേരാണ്. അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ജാഫർ എന്നാണ് പേര്. ഇതൊരു തരം തട്ടിപ്പല്ലേ? ആണോ? എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ജാഫർ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ മതപ്രകാരം ഷിർക്കാണ്, നിഷിദ്ധമാണ് ഈ ദേവതകളുടെ ചിത്രം വെച്ചിട്ട് സ്ഥാപനം നടത്തുന്നത്. പക്ഷേ അയാൾ കച്ചവടത്തിന് വേണ്ടി ചെയ്യും. അത് അധാർമികം. അങ്ങനെ ചെയ്യുന്നത് ഒരു ആർക്കും എന്തും എനിക്കതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അങ്ങനെ സമ്മതിച്ചാൽ മതി, അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹിന്ദു മേഖലയിൽ ഈ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഏതായാലും ഈ ജാതിയും മതവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിന് അപ്പുറത്ത് ഒരു നിയമപ്രശ്നം കൂടി കട നടത്തുന്ന ആളുടെ പേര് പറയണം എന്നതിലുണ്ടെന്ന് ഇപ്പോൾ സുപ്രീം കോടതിക്ക് തോന്നിയ ഒന്നൊരു സംശയം. അതുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.